തിരുവിടൈക്കോട് ക്ഷേത്രത്തിലെ ദർശനം കഴിഞ്ഞിറങ്ങുമ്പോൾ അവിടെ ദർശനത്തിൽ പോകുമ്പോൾ തന്നെ ഞങ്ങൾ ഈ ഗാനം കേട്ടുകൊണ്ടാണ് പോയത്. അവിടെ നടക്കുന്ന ഒരു ഭക്തിഗാന സദസ്സാണ്. പെൺകുട്ടികൾ ഒരേ നിറത്തിൽ വളരെ മനോഹരമായി പാടുന്നു. നമ്മുടെ മലയാളത്തിലെ ഒരു നാടൻ ശീലുമായിട്ട്, അതായത് നാടോടി ഗാനവുമായിട്ട് ചേർന്നുള്ള അതിൻ്റെ ശീലിൽപ്പെട്ട ഒരു ഭക്തിഗാനമാണ്. അതുകൊണ്ടാണ് ഞാനത് നിന്ന് കവർ ചെയ്തത്. തിരുവിടൈക്കോടിൽ ദർശനം കഴിഞ്ഞെത്തുന്ന ഭക്തരെ വരവേൽക്കുന്ന 10ാമത്തെ ക്ഷേത്രമാണ് തിരുവിതാംകോട് ശിവക്ഷേത്രം. ഞങ്ങളിപ്പോൾ തിരുവിതാംകോട് ശിവക്ഷേത്രത്തിൻ്റെ അടുത്താണ്. അവിടെ മനോഹരമായ ഒരു കുളം, വലിയ കുളമുണ്ട്. ആ കുളം വളരെ മനോഹരമായി തന്നെ വർണ്ണ വൈദ്യുത ദീപാലങ്കാരങ്ങളാൽ മനോഹരമാക്കിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ ഞാനൊന്ന് പകർത്തണമെന്ന് തോന്നി, അത് പകർത്തുകയാണ്. ശിവരാത്രിയോടനുബന്ധിച്ച് ക്ഷേത്രവും ക്ഷേത്ര പരിസരവും വളരെ മനോഹരമായി തന്നെ അലങ്കരിച്ചിട്ടുണ്ട്. അതും നമുക്ക് വളരെ സ്വാഗതമാണ്. ഇതാണ് ഭക്തജനങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള 10ാമത്തെ ക്ഷേത്രം. അതിൻ്റെ ബാനറുണ്ട്. ഞാൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ അകത്തേക്ക് കടക്കുകയാണ്. ക്ഷേത്രത്തിൽ നല്ല തിരക്കാണുള്ളത്. പുലർച്ചെ 3 മണി അടുപ്പിച്ചുള്ള സമയമാണിപ്പോൾ. നല്ല തിരക്കാണ് ഇവിടെ ഇപ്പോഴും അനുഭവപ്പെടുന്നത്. തെക്ക് വടക്കായി ഹരിയും ഹരനും ദർശനം നൽകുന്ന ദേവാലയമാണ് തിരുവിതാംകോട് ശിവക്ഷേത്രം. ശിവപ്രതിഷ്ഠയുടെ ഇടതുവശത്തായി മഹാവിഷ്ണു കുടികൊള്ളുന്നു എന്നതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. ആയ് വേൽ രാജവംശങ്ങളുമായി ബന്ധമുള്ള പ്രാചീന ക്ഷേത്രമാണ് ഈ തിരുവിതാംകോട് ശിവക്ഷേത്രം. 3 ഏക്കറോളം വരുന്നതാണ് ക്ഷേത്ര സ്ഥലം. എത്തിച്ചേരാനുള്ള വഴി നമുക്ക് തിരുവിതാംകോട് നിന്ന് തക്കല കേരളപുരം വഴി തിരുവിതാംകോട് ക്ഷേത്രത്തിലെത്താൻ കഴിയും. തക്കലയിൽ നിന്ന് ഏകദേശം 9 കിലോമീറ്റർ ദൂരമാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ള. എന്തായാലും നമ്മൾ ഈ ശിവാലയ ഓട്ടത്തിന്റെ ഭാഗമായി എല്ലാ ക്ഷേത്രങ്ങളിലും ഓടി എത്തുന്നതിന്റെ കൂട്ടത്തിൽ ഞങ്ങൾ ഇവിടെയും എത്തുന്നു. പക്ഷെ ഇവിടെ കുറെ മണിക്കൂർ കാത്തു നിന്നതിന് ശേഷം മാത്രമേ ദർശനം നടത്താൻ കഴിഞ്ഞുള്ളൂ. നല്ല തിരക്കാണ്. ക്ഷേത്രത്തിന് അകത്തും പുറത്തും നല്ല തിരക്കാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പുറത്തും വിശാലമായ സ്ഥലമാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. ആൾക്കാർ വരുന്നതും ഭക്തർ വരുന്നതും പോകുന്നതുമായ ദൃശ്യങ്ങളാണ് ഞാൻ മനോഹരമായിട്ട് എന്നെ കൊണ്ട് കഴിയുന്ന തരത്തിൽ എടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, വളരെ വിശാലമായ മുറ്റമുണ്ട്. 3 ഏക്കറോളം വരുന്ന ക്ഷേത്രം സ്ഥലം. ഈ ക്ഷേത്രത്തിന് പ്രധാന മതിലിന് ചുറ്റും നോക്കുമ്പോൾ 3 ഏക്കറോളം വിസ്തീർണമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ഭക്തജനങ്ങൾ വളരെ വിശാലമായി തന്നെ അവർ കാത്തിരിക്കുന്നതും പുലർച്ചെ വരെ ഉറക്കമൊഴിയുന്ന ദൃശ്യങ്ങളാണ് കണ്ടത്. ഇപ്പോൾ നമ്മൾ ക്ഷേത്രത്തിനകത്തേക്ക് കയറുന്നതിനുള്ള ശ്രമത്തിലാണ്.
തിരുവിതാംകോട് ശിവക്ഷേത്രം എന്നാണ് ക്ഷേത്രത്തെ അറിയപ്പെടുന്നതെങ്കിലും ഈ ക്ഷേത്രത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഹരിയും ഹരനും ദർശനം നൽകുന്ന ഒരു ദേവാലയമാണ്. അതായത് രണ്ട് പ്രതിഷ്ഠയും ഈ ഹരിയുടെയും ഹരന്റെയും പ്രതിഷ്ഠകളുണ്ട്. ശിവപ്രതിഷ്ഠയുടെ ഇടതുവശത്തായി മഹാവിഷ്ണു കുടികൊള്ളുന്നു. മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠയാണ്. അതുകൊണ്ടാണ് നമ്മളിത് ഹരിയും ഹരനും ചേർന്ന ക്ഷേത്രമാണ് തിരുവിതാംകോട് ക്ഷേത്രം എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത്. ക്ഷേത്രത്തിന്റെ പുറത്ത് ദർശനം കഴിഞ്ഞിട്ട് നിരവധി ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്ന കാഴ്ചയാണ്. ഞാനത് കുറച്ചൊന്ന് കവർ ചെയ്തിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ കൊടിമരമാണ്. കൊടിമരത്തിന് ചുറ്റുമുള്ള ശില്പങ്ങളാണ്, അതായത് പ്രതിഷ്ഠകളാണ് നമ്മൾ കാണുന്നത്. കൊടിമരത്തിന്റെ കുറച്ചൊരു ദൃശ്യം ഞാൻ പകർത്താൻ ശ്രമിച്ചിട്ടുമുണ്ട്. ക്ഷേത്രത്തിന് പുറത്ത് കാഴ്ചക്കാർ നിൽക്കുന്നത് ശില്പങ്ങളുടെ പശ്ചാത്തലത്തിൽ കുറച്ചൊന്ന് കവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നെക്കൊണ്ട് കഴിയുന്ന തരത്തിൽ കുറച്ച് നല്ല ഷോട്ടുകൾ എടുക്കാൻ ശ്രമിക്കും. നിങ്ങളതൊന്ന് വിലയിരുത്തുക, എൻ്റെ ഷോട്ടുകൾ എത്രമാത്രം നല്ലതാണെന്ന് അല്ലെങ്കിൽ മോശമാണെന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തുക. എന്തായാലും ഞങ്ങൾ ഈ അടുത്ത 11ാമത്തെ തൃപ്പന്നിക്കോട് ശിവക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിൽ കാൽനടയായി പോകുന്നവരെ കണ്ടു. അവരുടെ അഭിപ്രായങ്ങൾ നമുക്ക് അടുത്ത ഭാഗത്ത് ഉൾപ്പെടുത്താം. യാത്രാനുഭവങ്ങളും ദൃശ്യങ്ങളും കൂടുതൽ അറിയാൻ ത്രിലോക് ഭാരതി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.